ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2052. ഇന്ന് ഓഗസ്റ്റ് മാസം 13-ാം തീയതി 225-ാമത്തെ ദിവസത്തിലെത്തി. അതെ, മറിയമെന്ന സ്ത്രീ, പെൺകുട്ടി, അമ്മ ദൈവത്തോടൊപ്പം നടന്നയാളല്ലേ, ദൈവത്തെ വഹിച്ചുകൊണ്ട് നടന്നയാളല്ലേ. എന്നിട്ടും സാധാരണക്കാരുമായുള്ള ബന്ധം ഒട്ടും മുറിച്ചു കളഞ്ഞിട്ടില്ല. സാധാരണക്കാരോട് എന്തുമാത്രം ചേർന്നാണ് മറിയം അപ്പോഴും പിന്നീടും. അമ്മ മറിയത്തിന്റെ വായിൽ നിന്ന് പിറന്നു വീണ പ്രഖ്യാപനങ്ങളിലെ സ്തോത്രഗീതത്തില് അവയുണ്ട് കേട്ടോ. അവൻ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തരെ മറിച്ചിട്ടു, ദരിദ്രരെ ഉയർത്തി, വിശക്കുന്നവരെ തൃപ്തരാക്കി, സമ്പന്നന്മാരെ വെറും കൈയോടെ പറഞ്ഞയച്ചു, ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ശ്രദ്ധിച്ചോ, എല്ലാ ക്രിയകളും ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. യുഗാന്തരക്ഷ നേടിക്കഴിഞ്ഞ മട്ടിലാണ് മറിയം സംസാരിക്കുന്നത്. മറിയം അപ്പോൾ രക്ഷകനെ ഗർഭം ധരിച്ചിട്ടേ ഉള്ളൂ, പ്രസവിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും മറിയം രക്ഷ സംഭവിച്ചു കഴിഞ്ഞ മാതിരിയാണ് സംസാരിക്കുന്നത്, ഈ ഒരു സ്തോത്രഗീതം ആലപിക്കുന്നത്. ഇവിടുന്ന് ഒരു 3 കാര്യങ്ങളെ ഒന്ന് ചേർത്ത് എടുക്കേണ്ടതാണ്. ഒന്ന്, ദൈവത്തിന്റെ ശക്തി. അവിടുന്ന് തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ ശക്തമായ കരത്താൽ മോചിപ്പിച്ച ദൈവശക്തി തന്നെയാണ് ഇപ്പോൾ വീണ്ടും പ്രകടമായിരിക്കുന്നത്. ആ ശക്തി ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുകയും ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് മറച്ചിടുകയും ചെയ്തിരിക്കുന്നു. വിമോചകനായ ദൈവം, ദൈവത്തിന്റെ ശക്തിയാണ് ഒന്ന്. 2, ദൈവത്തിന്റെ ജ്ഞാനം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ മണ്ടന്മാരെ തെരഞ്ഞെടുത്ത ദൈവം, ശക്തരെ ലജ്ജിപ്പിക്കാൻ ബലഹീനരെ തെരഞ്ഞെടുത്ത ദൈവം, ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ദൈവം, ആ ദരിദ്രയായ കന്യകയിൽ വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്ന ദൈവം. ദൈവം ശക്തിയും ജ്ഞാനവും പ്രകടിപ്പിക്കുന്നത് എളിയവരെ ഉയർത്തിക്കൊണ്ടാണ്. ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത് ദൈവത്തിന് തീരാ കാരുണ്യത്തിലാണ്. മറിയം പ്രഖ്യാപിക്കുന്നത് അതാണ്. 3, ദൈവത്തിന്റെ തീരാ കാരുണ്യമാണ്. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക, കർത്താവ് സീഹോനിൽ നിന്ന് രക്ഷയായി വരുന്നു, ഇടയനെ പോലെ സദ്വാർത്തയുമായി അവൻ കടന്നു വരുന്നു. പ്രവാചകനായ യെശയ്യാവ് 40-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്. അതുതന്നെയാണ് മറിയം എന്ന അമ്മയും പ്രഘോഷിക്കുന്നത്. ദൈവം അബ്രഹാമിനോടും സന്തതികളോടും ചെയ്ത വാഗ്ദാനം അനുസ്മരിക്കുന്നു. തന്റെ ദാസനായ ഇസ്രായേലിനെ കാരുണ്യം കൊണ്ട് നിറയ്ക്കുന്നു. അമ്മ മറിയത്തെ നമ്മൾ കുറെ കൂടി ഒന്ന് വിശാലമായി വിശുദ്ധമായി മനസ്സിലാക്കട്ടെ. അമ്മ മറിയത്തോടൊന്ന് ചേർന്നായിരിക്കട്ടെ. ക്രിസ്തുവിലേക്കുള്ള ഏറ്റവും നല്ല വിശുദ്ധമായ വിശാലമായ വഴി തന്നെയാണ് പരിശുദ്ധ മറിയം. ആമേൻ.